ഹലോ എവ്രിവൺ, വെൽക്കം ടു PTE ടിപ്സ് ഹിയർ അറ്റ് ഫ്ലോറൻസ് അക്കാഡമി. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് PTE എക്സാമിൽ ഇറേസബിൾ ബോർഡ് യൂസ് ചെയ്യണം എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, PTE എക്സാം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. അതിൽ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ജോട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറേസബിൾ ബോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ലാമിനേറ്റഡ് ആയിട്ടുള്ള ഒരു പീസ് ഓഫ് പേപ്പറാണ് നമുക്ക് ലഭിക്കുന്നത്. അതിലാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ രേഖപ്പെടുത്താനും അതുപോലെ തന്നെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജോട്ട് ഡൗൺ ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്നത്. മെയിനായിട്ട് 4 ടാസ്കിലാണ് നമുക്ക് ഈ ഇറേസബിൾ ബോർഡ് യൂസ് ചെയ്യേണ്ടത്. അതിൽ ഒന്നാമത്തെയാണ് സ്പീക്കിംഗ് സെക്ഷനിലത്തെ റീറ്റൽ ലെക്ചർ. ഈ ഒരു ഓഡിയോ ക്ലിപ്പിംഗ് കേൾക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അതിൽ ജോട്ട് ഡൗൺ ചെയ്യേണ്ടതാണ്. ഇനി നെക്സ്റ്റ് വരുന്ന 3 ലിസ്ണിംഗ് പാർട്ടിലാണ് ഇതിൻ്റെ ഉപയോഗം വരുന്നത്. അതിലൊന്നാമത്തെ ലിസ്ണിംഗിലത്തെ ആദ്യത്തെ തന്നെ ചോദ്യമായ സമ്മറൈസ് സ്പോക്കൺ ടെക്സ്റ്റിലാണ്. ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ലെക്ചറിൽ എന്നുള്ള പോലെ വലിയൊരു ഓഡിയോ ആണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയ ഓഡിയോ അൺപാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻഫർമേഷൻ ഇറേസബിൾ ബോർഡിൽ ജോട്ട് ഡൗൺ ചെയ്യേണ്ടതാണ്. അതിനുശേഷം വരുന്ന ടാസ്ക്കാണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലും നമുക്ക് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഇത് നമ്മൾ കേൾക്കുന്ന ഓഡിയോ, അതിലത്തെ മെയിൻ ആയിട്ടുള്ള ഇൻഫർമേഷൻ, കീവേഡ്സ് എന്നുള്ളതൊക്കെ ജോട്ട് ഡൗൺ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടാസ്ക്, അതായത് PTE എക്സാമിലത്തെ ലാസ്റ്റത്തെ ടാസ്കിലും നമ്മൾ ഇതേ പറഞ്ഞ മെത്തേഡിൽ ജോട്ട് ഡൗൺ ചെയ്തതിന് ശേഷം മാത്രം ടൈപ്പ് ചെയ്യേണ്ടതാണ്. താങ്ക് യു.